പാട്ട് പാടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങളെപ്പോലെയുള്ള ഗായികമാർക്കായിട്ട് സെബ്രോണിക്സ് നമ്മളെപ്പോഴും ട്രാവൽ ചെയ്യുന്ന സമയത്ത് കൊണ്ടു നടക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കർ ഇപ്പോൾ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് സ്റ്റുഡിയോ R3. നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ആ സ്റ്റുഡിയോ R3 എന്ന ആ ഒരു പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കറാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ പ്രത്യേകതകളെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. പേരിൽ പോർട്ടബിൾ എന്നൊക്കെ ഉണ്ടെങ്കിലും സംഭവം അത്ര പോർട്ടബിൾ ഒന്നല്ല. കാരണം 6.25 കിലോ ഉണ്ട് ഈ ഒരു സാധനം. അപ്പോൾ ഇതിൻ്റെ ഈ വെയിറ്റ് വരാനുള്ള കാരണം എന്താണെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാം. അതിനു മുന്നേ ഈ ഒരു പാക്കേജിൽ വേറെ എന്തൊക്കെയുണ്ടെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാം. 6000 mAh ഇൻബിൽറ്റ് ബാറ്ററി നമ്മുടെ സ്റ്റുഡിയോ R3യിലുണ്ട്. അപ്പോൾ അത് ചാർജ് ചെയ്യാനായിട്ട് ഇത്തരത്തിലൊരു അഡാപ്റ്റർ കമ്പനി പാക്കേജിൽ തരുന്നുണ്ട്. പിന്നെ ഇത്രയും വെയിറ്റുള്ള സാധനമാണല്ലോ, ഇത് നമുക്ക് കൊണ്ട് നടക്കുന്നതിനായിട്ട് ക്യാരി സ്ട്രാപ്പ് അതിൽ ഘടിപ്പിക്കാവുന്നത് ഇത്തരത്തിൽ ഒന്ന് തരുന്നുണ്ട്. പിന്നെ വയേർഡ് ആയിട്ടുള്ള ഒരു മൈക്രോഫോൺ ഉണ്ട്. കാണാൻ നല്ല അടിപൊളി ഗ്ലോസി ആയിട്ടുള്ള ഒരു മൈക്രോഫോണാണ്, പക്ഷേ ഇത് വയേർഡാണ്. ആ മൈക്രോഫോൺ കണക്ട് ചെയ്യാനുള്ള ഇത്തരത്തിലുള്ള ഒരു കോഡ് വയർ, പിന്നെ ഒരു ഓഡിയോ കേബിൾ, പിന്നെ യൂസർ മാനുവൽ. ഇത്രയുമാണ് പാക്കേജിൽ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് സ്റ്റുഡിയോ R3 എന്ന് പറയുന്ന ആ ഒരു പോർട്ടബിൾ ബ്ലൂടൂത്ത് സ്പീക്കർ. ഇതിൻ്റെ വെയിറ്റ് കൂടുതൽ വരാനുള്ള കാരണം ഇത് ഈ ഒരു ബോഡി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, നല്ല ഫിനിഷിംഗ് ഒക്കെ ഉണ്ടല്ലോ, ഒരു മെറ്റാലിക് ഫിനിഷിംഗ് ഉള്ള ഇതൊരു മെറ്റൽ ബോഡിയാണ്, അത് അലുമിനിയം ഫ്രെയിമാണിത്. അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് നമുക്ക് ഇത്തരത്തിൽ ഹാൻഡിൽ കാണാം. കാരണം നമുക്കിത് പൊക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്, കുറച്ച് വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇങ്ങനെ തന്നെ പൊക്കിക്കൊണ്ട് നടക്കേണ്ടി വരും. അല്ലെങ്കിൽ ക്യാരി സ്ട്രാപ്പ് നമുക്ക് ഇത് ഘടിപ്പിക്കാം. 6 സ്പീക്കറുകളാണ് കമ്പനി ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 140 വാട്ട് ഔട്ട്പുട്ടാണ് കമ്പനി പറയുന്നത്. ഇതിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ കാണുന്നത് പാസീവ് സ്പീക്കറുകളാണ്. അപ്പോൾ ഇതിൻ്റെ ഈ സ്പീക്കറുകളുടെ, അതായത് പാസീവ് സ്പീക്കറുകളുടെ സൈഡിലായിട്ട് നമുക്ക് RGB ലൈറ്റുകളും കാണാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഇത്തരത്തിൽ 8 സ്വിച്ചുകൾ കാണാം. സെബ്രോണിക്സിൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. ഈ ഒരു സ്വിച്ചുകൾ ഇത് പവർ ഓൺ ആയി കഴിഞ്ഞാൽ കാണാൻ നല്ലൊരു ഭംഗിയാണ്. കാരണം എന്ന് വെച്ചാൽ ഓരോ സ്വിച്ചുകളുടെയും ഇൻഡിക്കേഷൻ വ്യത്യസ്ത വർണ്ണങ്ങളിലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് ഒരു ഗ്ലോ ഉള്ള LED ലൈറ്റുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഭംഗി തോന്നുന്നത്. ഇനി ഇതിൻ്റെ റിയർ സൈഡിൽ ഈ ഒരു റബ്ബർ ഫ്ലാപ്പ് ഇതുപോലെ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് SD കാർഡ് ആണുള്ള സ്ലോട്ടും അതുപോലെ ഒരു USB ഡ്രൈവ് കണക്ട് ചെയ്യാനുള്ള ഒരു സ്ലോട്ട്, പിന്നെ ഓഡിയോ ഇൻപുട്ട് കൊടുക്കാൻ ഓക്സ് സോക്കറ്റ് ഉണ്ട്, 2 മൈക്രോഫോണുകൾ കണക്ട് ചെയ്യാനുള്ള സോക്കറ്റ് ഉണ്ട്. പക്ഷേ നമുക്ക് കമ്പനി പാക്കേജിൽ ഒരെണ്ണമേ തരുന്നുള്ളൂ. പിന്നെ റീസെറ്റ് ചെയ്യാനൊരു സ്വിച്ചും, പിന്നെ നമ്മുടെ ആ ഒരു DC പവർ കൊടുക്കാനുള്ള ആ ഒരു പോർട്ടുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മൈക്രോഫോൺ ഇൻപുട്ട് കൊടുക്കാനുള്ള ആ ഒരു സോക്കറ്റ് നമുക്ക് വലിയ പിന്നുകൾ കണക്ട് ചെയ്യുന്ന രീതിയിലുള്ളതാണ്. അതായത് 6.3 mm ആണ്. 140 വാട്ട് RMS ഔട്ട്പുട്ടാണ് കമ്പനി ഇതിന് പറയുന്നത്, ഞാൻ ആദ്യമേ പറഞ്ഞു. ഇനി ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് 6 ഡ്രൈവറുകളാണ്. ആ 6 ഡ്രൈവറുകളുടെ സൈസ് എന്ന് പറഞ്ഞാൽ വൂഫർ അത് 10.16 സെൻറ്റിമീറ്ററിൻ്റെ 2 മിഡ് റേഞ്ച് 5.71 സെൻറ്റിമീറ്ററിൻ്റെ 2, പിന്നെ 2 ടീറ്റർ ഉണ്ട്, അത് 2.54 സെൻറ്റിമീറ്ററിൻ്റെയാണ്. ഈ വൂഫറൊക്കെ 4 ഓംസിൻ്റെയും അതുപോലെ മിഡ് റേഞ്ച് 4 ഓംസിൻ്റെയും ടീറ്റർ 8 ഓംസിൻ്റെതുമാണ്. ഫ്രീക്വൻസി റെസ്പോൺസ് കമ്പനി പറയുന്നത് 50 ഹെർട്സ് മുതൽ 20 കിലോ ഹെർട്സ് വരെയാണ്. അപ്പോൾ ബേസ് അത്രമാത്രം ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. അതായത് ബേസിന് വലിയ പ്രാധാന്യം ഇവിടെ പറയുന്നില്ല, കാരണം പാടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്പീക്കറാണല്ലോ ഇത്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ ഈ കാണുന്ന ഭാഗത്തും നിറയെ ലൈറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ആകർഷണീയത, പ്രത്യേകിച്ച് ഈ ഒരു അലുമിനിയം ഫ്രെയിമിലുള്ള ആ ഒരു ബോഡി, അതൊക്കെയാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം, മൈക്രോഫോണൊക്കെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യം മൈക്രോഫോണിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, ക്യാച്ചിങ് പവർ എന്നൊക്കെ നമുക്ക് നോക്കാം. ഹലോ 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 ഹലോ. അപ്പോൾ ഞാൻ ഇത്രയും ഗ്യാപ്പിലാണ് പിടിച്ചിരിക്കുന്നത്. സാധാരണ ആളുകൾ കൂടുതലും ഇങ്ങനെയാണ് മൈക്ക് പിടിക്കുന്നത്. അത്രയും പിടിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം നല്ല രീതിയിലൊരു ശബ്ദമുണ്ട്. പിന്നെ ചേർത്ത് പിടിച്ചാൽ ഭയങ്കര ശബ്ദം ഉണ്ടാവുമല്ലോ, അത് സ്വാഭാവികമാണ്. പിന്നെ നമുക്ക് എക്കോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. Mic volume adjust. Mic echo adjust. ഹലോ ടെസ്റ്റ്, ഹലോ 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 ഹലോ. അപ്പോൾ നല്ല രീതിയിൽ എക്കോയൊക്കെ ഉണ്ട്. ഇനി നമുക്കൊന്ന് പാട്ട് വെച്ച് നോക്കാം. അത്യാവശ്യം ബേസൊക്കെ ഉണ്ട്. ഭയങ്കരമായിട്ട് നമ്മൾ ഈ പറയുന്ന പോലെ വീട് കുലുക്കാനുള്ള ബേസ് അങ്ങനത്തെ സ്റ്റൈലിലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഇതൊരു പാർട്ടി സ്പീക്കർ എന്ന് പറഞ്ഞാൽ പാടാൻ വേണ്ടിയിട്ടുള്ളതാണ്. കൂടുതൽ ലൗഡ്നെസ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. പിക്കലൈസർ മോഡലൊക്കെ ഉണ്ടെങ്കിലും അധികം ലൗഡ്നെസ് ആയി കഴിഞ്ഞാൽ പാടാൻ അത് അത്ര ഒരു ക്വാളിറ്റി തോന്നില്ല. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് മാക്സിമം വോളിയം വെച്ച് നോക്കാം. മാക്സിമം വോളിയം. ഇനി ജസ്റ്റ് ഇക്വലൈസർ മോഡൽ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇപ്പൊ ബേസ് താങ്ങും. ഇപ്പൊ ബേസ് ഉണ്ട്, പക്ഷെ ട്രബിൾ അധികം തോന്നുന്നില്ല. ഇതൊരു മിക്സ്ഡ് ആയിട്ടുള്ള മോഡാണ് ഇപ്പൊ കേൾക്കുന്നത്. ഇത് ഡീഫോൾട്ട് മോഡ്. അപ്പോൾ ഡീഫോൾട്ട് മോഡ് തന്നെയാണ് കേൾക്കാൻ കുറച്ചും കൂടി രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്.
ഇതിലെ ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് 13 മണിക്കൂർ വരെ ഇത് വർക്ക് ചെയ്യിക്കാൻ പറ്റുമെന്നാണ് കമ്പനി പറയുന്നത്. അതൊരു 50% വോളിയത്തിലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു 3-4 മണിക്കൂറൊക്കെ നമുക്ക് നല്ല വോളിയത്തിൽ അപ്പോൾ വയ്ക്കാൻ പറ്റിയേക്കും. എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ല സൗണ്ടൊക്കെ. ഈ പറഞ്ഞ പോലെ ബേസ് പ്രതീക്ഷിച്ചിട്ട് ആരും എടുക്കേണ്ട. ബേസ് ഉണ്ടെങ്കിലും ഞാൻ അതിന് വേണ്ടിയിട്ട് ഇത് റെക്കമെൻഡ് ചെയ്യില്ല. ബേസുള്ള ഒരു രീതിയിൽ പാട്ടിയാക്കാനല്ലാതെ ഇത് പാർട്ടി സ്പീക്കറായിട്ട് ജസ്റ്റ് ഒരു കരോക്കെയൊക്കെ പാടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു സ്പീക്കർ എന്നുള്ള രീതിയിലാണ് പരിചയപ്പെടുത്താൻ പറ്റുന്നത്. പിന്നെ ഇതിൻ്റെ വില എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10,990 ആമസോണിൽ ഇന്ന് ഇതിൻ്റെ പ്രൈസ്. ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങളിൽ സെയിലൊക്കെ വരുന്നുണ്ട്. ആ സമയത്ത് എന്തെങ്കിലും ഡിസ്കൗണ്ട് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത്തരത്തിലൊരു മോഡൽ എന്തായാലും മറ്റു കമ്പനികളൊന്നും ഇതുവരെ പുറത്തിറക്കി കണ്ടിട്ടില്ല. അതായത് ഈ ഒരു അലുമിനിയം ഫ്രെയിമൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കോസ്റ്റ് ആയിരിക്കാം അത്രയും കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ വില കൊടുത്തിട്ട് നിങ്ങളൊരു ഇതുപോലത്തെ സ്പീക്കറൊക്കെ വാങ്ങുമോ എന്ന് എനിക്കറിയില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതായത് നിങ്ങൾ പാട്ട് പാടാനായിട്ട് സ്പീക്കറുകൾ വാങ്ങുന്നവരാണോ? നമ്മുടെ ഓഡിയൻസിൽ അത്ര പേര് പാട്ട് പാടുന്നവരുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് ഇടുക. പിന്നെ ഇതിൽ കണ്ടിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്നും കൂടി ഒന്ന് വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് ഇടുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.